ചേർത്തലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയുമായിരുന്ന KN സയ്യിദ് മുഹമ്മദിന് സ്മരണാഞ്ജലി. KN സയ്യിദ് മുഹമ്മദ് ഓർമ്മയായിട്ട് 6 വർഷം പൂർത്തിയാകുന്നു. ചേർത്തലയിൽ അനുസ്മരണം. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ അന്തരീക്ഷം നമുക്ക് നല്ലതാണ്. തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആര് സ്ഥാനാർത്ഥിയായി വന്നാലും ഒരു മനസ്സോടെ പ്രവർത്തിച്ചാലേ സ്ഥാനാർത്ഥി ജയിക്കും. ആരെങ്കിലും വന്നാൽ അവരോട് കണക്ക് തീർക്കുന്ന ജോലി നമ്മളെല്ലാവരും മാറ്റിവെക്കണം. ഞാനടക്കം കണക്ക് തീർത്ത് നമ്മൾ ഓരോ സീറ്റുകളും തോൽക്കുന്ന അവസ്ഥ പലയിടത്തുമുണ്ട്. അത് മാറ്റി ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ, കാരണം ഈ 10 വർഷത്തെ ഭരണം അവസാനിപ്പിക്കുക 10 വർഷത്തെ ഭരണം അവസാനിപ്പിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ ആഗ്രഹം നിറവേറ്റണമെങ്കിൽ കോൺഗ്രസ്സുകാരോട് ശ്രമിക്കണം, എന്നാലേ ജയിക്കാൻ പറ്റും. ജനങ്ങൾ ഈ മാറ്റം ആഗ്രഹിക്കുന്നു. അപ്പം ജനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ആഗ്രഹം സഫലമാകണമെങ്കിൽ കോൺഗ്രസ്സുകാരായ നമ്മൾ ഒരു മനസ്സോടെ പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് പോരാട്ടമാണ്. എന്ന് വെച്ചാൽ 10 വർഷം പ്രതിപക്ഷത്തിരിക്കുകയാണെന്ന് ആലോചിക്കണം. കേന്ദ്രത്തിൽ 15 വർഷത്തോളം ഇപ്പം പ്രതിപക്ഷത്തിരിക്കുകയാണ്. കേരളത്തിലൊരു ചാൻസ് ഉണ്ട് നമുക്ക് ജയിക്കാൻ. ഒറ്റക്കെട്ടായി നിന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാനാകുമെന്നും അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവുമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. മത്സരിക്കുന്ന നേതാവിനോടുള്ള കണക്ക് തീർക്കാൻ മറ്റ് നേതാക്കൾക്ക് കിട്ടുന്ന അവസരമായി തെരഞ്ഞെടുപ്പിനെ കാണുന്ന പതിവുകൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചേർത്തലയിൽ കോൺഗ്രസ് INDC നേതാവായിരുന്ന KN സയ്യിദ് മുഹമ്മദ് അനുസ്മരണ സമ്മേളനവും UDF ജനപ്രതിനിധികളുടെ ആദരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഇറങ്ങുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത്. കോൺഗ്രസുകാരനെ ശത്രുവായി കാണുന്ന സ്ഥിതി ഒഴിവാക്കണം. സംസ്ഥാനത്ത് 10 വർഷമായി നടക്കുന്ന അഴിമതി ഭരണം അവസാനിപ്പിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നും ചെന്നിത്തല പറഞ്ഞു. KN സയ്യിദ് മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KJ സണ്ണി അധ്യക്ഷനായി. KPCC വൈസ് പ്രസിഡന്റ് AA ഷുക്കൂർ ജനപ്രതിനിധികളെ ആദരിച്ചു. സൊസൈറ്റി ട്രഷറർ KM ഹബീബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി TD രാജൻ, അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ, S ശരത്, CD ശങ്കർ, PT രാധാകൃഷ്ണൻ, KC ആന്റണി, TS രഘുവരൻ, G സോമകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിൻ മീഡിയ ചേർത്തല.